ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. കഴിഞ്ഞ ദിവസം മെറ്റ അവരുടെ AI പ്ലാറ്റ്ഫോം മെറ്റ AI ഇന്ത്യയിലെ യൂസേഴ്സിന് ആക്സസ് കൊടുത്തിരുന്നു. ഈ പ്ലാറ്റ്ഫോമിന് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീയും ഇല്ല, അല്ലെങ്കിൽ ചാർജുകളൊന്നുമില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മെറ്റ AIക്ക് 2-3 ബെനിഫിറ്റുകളാണ് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉള്ളത്. ഒന്ന്, തികച്ചും ഫ്രീ ആണ്. 2, അതിനൊരു ഇമേജ് ജനറേഷൻ കേപ്പബിലിറ്റി അതിനുണ്ട്. നമുക്ക് പടങ്ങൾ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 3, മെറ്റ AIക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് തരാൻ പറ്റും. 4, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് ആൻസർ തരുന്നതെങ്കിൽ അത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള ലിങ്ക് റെഫറൻസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റ AIക്ക് മലയാളത്തിലും കുറച്ച് ആൻസർ ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് അല്ലെങ്കിലും ഒരു ഏകദേശം ഒരു നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അതിനെക്കാട്ടിലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനേ വഴിയുള്ളൂ. മെറ്റ AIക്ക് ഉള്ള റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മെസ്സേജ് പോർട്ടലിലാണ്. അത് ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്താൽ 100 മെസ്സേജായിട്ടും ലോഗിൻ ചെയ്യാത്തവർക്ക് 50 മെസ്സേജുമായിട്ടാണ് കോട്ട കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്താൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളുടെ ഹിസ്റ്ററി അത് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ലോഗ് ഔട്ട് ചെയ്തിട്ടുള്ള സിസ്റ്റം ഓഫ് ചെയ്തിട്ട് തിരിച്ചു വന്നാൽ നമുക്ക് ആ ഹിസ്റ്ററി ആക്സസ് ചെയ്യാൻ പറ്റും. അൺവെരിഫൈഡ് ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യാതെ യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ഹിസ്റ്ററി അത് സേവ് ചെയ്ത് വെക്കത്തില്ല. ഇനിയും ഇതെങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം. ആദ്യം നമുക്ക് ബ്രൗസറിൽ നിന്ന് ആക്സസ് ചെയ്യാം. അതായത് meta.ai എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഈ AI പ്ലാറ്റ്ഫോം ആക്സസ് ചെയ്യാം. ഇനി നമുക്ക് വാട്സാപ്പിൽ നിന്നും ആക്സസ് ചെയ്യാം. വാട്സാപ്പിൽ ഒരു പർപ്പിൾ സർക്കിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്താൽ മെറ്റ AI എന്നുള്ള AI പ്ലാറ്റ്ഫോം നമുക്ക് ആക്സസ് ചെയ്യാം. ഇത് കമ്പ്യൂട്ടറിലാണെങ്കിലും ചെയ്യാം, ഫോണിലാണെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിലും മെറ്റ AI ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. ഇത് കമ്പ്യൂട്ടറിനും ഫോണിനും സെയിം ഓപ്ഷൻസ് ആണ്, രണ്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഫോണിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുക, ഫേസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക, ഇൻസ്റ്റഗ്രാം അപ്ഡേറ്റ് ചെയ്യുക, മെസ്സഞ്ചർ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്താൽ ന്യായമായിട്ടും ആക്സസ് നിങ്ങൾക്കും കിട്ടും. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മെറ്റ AI യൂസ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെങ്കിൽ ഈ കമൻസിൽ രേഖപ്പെടുത്തുക. This is Biju Matthew for MBiju Solutions. Have a great day.